അച്ചോളി തമ്പു എന്ന് പറഞ്ഞ തച്ചോളി അമ്പു, അബരിമല ശയ്യപ്പൻ, ശബരിമല അയ്യപ്പൻ, അരുവായൂർ ഗുപ്പൻ, ഗുരുവായൂരപ്പൻ. അപ്പം ഇങ്ങനെ ഇത് സ്വത ചൊറിച്ചുമല്ല സ്വത തെറിവരാണ് ഉപയോഗിക്കുക. നമുക്ക് തന്നെ സർഗാത്മകമായിട്ട് ഉപയോഗിക്കാം. അതായത് നല്ല കാര്യങ്ങൾ പറയാൻ, നല്ല കാര്യങ്ങളും ചൊറിച്ചുമല്ലോ. ഇപ്പൊ സജീഷ് കുട്ടനെല്ലോ എന്ന് പറഞ്ഞാൽ കുജീഷ് സട്ടനെല്ലോ, അങ്ങനെ ചെല്ലാലോ, അങ്ങനെ പറയാം. ഞാൻ ഡൈ ചെയ്യുന്ന സ്ഥലത്ത് സ്ഥിരം ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, എന്തിനാ ഈ കെമിക്കൽ തലെല്ലാം അടിച്ചു കയറ്റണേ, നല്ല നരയാണുള്ളത് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ ചെയ്യാം. ഒരു മോദി സ്റ്റൈലേ ഈ തൃശ്ശൂർപൂരം വന്നു കഴിഞ്ഞാൽ ആനയ്ക്കും മേളക്കാർക്കും നന്ദകിഷോറിനും തിരക്കാ. അതെ, തിരക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ വല്ല ബെഞ്ചാമിനോട് ഒഴിവന്നാ കയറി വീശാൻ പറ്റില്ല. മലയാളിയുടെ എല്ലാ ആഘോഷങ്ങളും നമുക്ക് രണ്ടു വാക്കി പറയാം. അകത്ത് അല്ല, പുറത്ത് പെയിന്റും അകത്ത് പൈന്റും. എല്ലാ ആഘോഷവും പുറത്ത് പെയിന്റാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ് ചെയ്യാൻ മേക്കപ്പ് ഇടുക, പുറത്ത് പെയിന്റും അകത്ത് പൈന്റുമാണ്. പുതിയ തലമുറയ്ക്ക് അകത്ത് പൈന്റ് മാത്രമല്ല, പുകയും കൂടി ഉണ്ട്. കഞ്ചാവുണ്ട്, പുകയിൽ നിൽക്കില്ല. ഉണ്ട്. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും ശ്രീനി, ഷീലയുടെ മനസ്സിനുള്ളിൽ കുടിയിരിക്കും ശ്രീനി, അയ്യപ്പ ശ്രീനി, അയ്യപ്പ ശ്രീനി. ഈ പാട്ട് ആ ക്ലാസ് ഷൂട്ട് ചെയ്യണ സെൻറ്റ് മേരീസ് കോളേജ് തൃശ്ശൂര്, അവിടുത്തെ ക്ലാസ് റൂമിൽ നിന്ന് ഞാനും ലോഹിതദാസും മറ്റേ വേണുല്ലേ ക്യാമറമാൻ, ഞങ്ങൾ മൂന്നാളും ചേർന്ന് ഉണ്ടാക്കിയതാ. പിന്നിൽ വയല, പാടത്തിന് സ്റ്റേജ്, പിന്നിൽ പാടാണ്. അപ്പം ഇവിടെ തന്നെ ഓടാം എന്ന് വെച്ച് ഈ വരണ പൂഴി മാറി ചരലായി, ആർക്കും ബോധമില്ല. പിന്നെ കല്ല് 1-2 മിനിറ്റപ്പോഴേക്കും ഞാൻ ഈ ബാഗ് എടുത്ത് ഈ സ്റ്റേജ് ഇറങ്ങി പിന്നീട് വരമ്പത്തോടെ ഓടി. നികേഷ് എന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ള കേരളത്തിലെ വിവരമുള്ള ഒരേ ഒരു ജാക്കിയര് താനാവും. ബബ്ബ കുരയ്ക്കുന്ന വമ്പനും നല്ല കറുമ്പൻ വെളുമ്പനും മുണ്ടനും നീളനും ചാത്തനും കുഞ്ഞനും പാണ്ടൻ പറണ്ടനും ചാടി മൂക്കത്തു കടിക്കുന്ന വെള്ളവും കുക്കുടത്തെ പിടിച്ചിടുന്ന കള്ളനും ദുഷ്കരം മുഷ്കരനാം മുറിവാലനും ഒക്കെ ഞെട്ടിച്ചുടൻ ബബ്ബഭൗ എന്നൊരു ശബ്ദമക്കാടകത്തൊക്കെ പരന്നുതേ. നടൻ നന്ദകിഷോറാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നന്ദേട്ടാ, ഹലോ സ്പീക്കിംഗ്. ഹലോ, നടൻ സ്പീക്കിംഗ്. നടനും എഴുത്തുകാരനും ചിന്തകനും എന്ന് പറയാല്ലേ, അങ്ങനെ പറയാം. ചിന്തിക്കാനും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നിയിട്ടില്ല നന്ദേട്ടനെ ഒറ്റവാക്കിൽ നമ്മൾ ഓരോ മനുഷ്യർക്ക് വിശേഷണം കൊടുക്കൽ. നടക്കുന്ന നടൻ, അതായത് നടക്കുന്നവനാണ് നടൻ. അതെ, നന്ദേട്ടൻ ഇങ്ങനെ നടിക്കുന്നവനും നടക്കുന്നവനാണ്, പക്ഷെ നടന്നു പോകുന്നൊരു നടനാണ് നന്ദേട്ടൻ. അതായത് സാധാരണ ഈ നടന്മാരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ വാനിഷ അവര്, പിന്നെ പബ്ലിക്കിൽ എവിടെയോ കാണാൻ പറ്റില്ല, വല്ല ഉദ്ഘാടനത്തിന് വരും, ഇത് അപ്രത്യക്ഷവും, എവിടെ പോയി ഒളിച്ചിരിക്കാന്ന് അറിയില്ല. പക്ഷെ നന്ദേട്ടൻ അങ്ങനെയല്ല, ഈ തൃശ്ശൂർ ടൗണിലൂടെയൊക്കെ ഇങ്ങനെ ഒരു ബാഗൊക്കെ തൂക്കി ഇങ്ങനെ നടക്കും, അവിടെ ഹോട്ടലുകളിൽ പോയിട്ട് ദോശ കഴിക്കും, സാധാരണ ആളുകളുടെ ഇടയിൽ വീട്ടിലേക്ക് മേടിച്ചോണ്ടു, അതെ, ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കും, ബസ്സിൽ തിരക്കില് നിന്ന് പോവും. അപ്പൊ അതെന്താ വെച്ചാല് സാധാരണ ആളുകള് അഭിനയിച്ച് ഞാൻ പിന്നെ ഓടിപ്പോയി, അതെ അതെ, ഞാൻ നടന്നു പോയി. അതുകൊണ്ട് എനിക്ക് നടക്കണ പോലെയുള്ള സിനിമകളെ ഉള്ളൂ. മതി കുറേശ്ശെ, അത് മതി കുറേശ്ശെയാണല്ലോ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു കൊട്ട ചോറ് മറ്റേ കല്യാണ വരി തിന്നാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് സ്ലോ ആൻഡ് സ്റ്റഡി എന്നാണ്, അങ്ങനെ പതുക്കെ ചെയ്യാണ് എന്നെ സംബന്ധിച്ച് സുഖം, അത്രേ ഉള്ളൂ. അപ്പൊ തുടക്കം തൊട്ട് ഇങ്ങനെ ഒരു ലാളിത്യം നമ്മള് മുഖമുദ്രയാക്കിയതാണ്. ലാളിത്യം അങ്ങനെ മുഖമുദ്രയാക്കിയതൊന്നുമല്ല, ഞാനിങ്ങനെയാണ്, അത്രേ ഉള്ളൂ. അത് ലാളിത്യാണെങ്കിൽ ലാളിത്യാണ്. ഇതിന് വേറൊരു കാര്യം എന്താ പറയുക, നന്ദേട്ടൻ കുറേ വർഷങ്ങൾ ഞാൻ അറിയുന്ന കാലം തൊട്ട് അങ്ങനെയാണ് നടന്നു പോകുന്ന ആളാണ്. പക്ഷെ ഇന്ന് നടന്മാരൊക്കെ നടക്കാൻ തുടങ്ങി. കാരണം അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കാരണം സൂപ്പർ മാർക്കറ്റുകളിൽ വരുന്നു, എല്ലാ സ്ഥലത്തും വരുന്നു, സൂപ്പർ മാർക്കറ്റിൽ അത് എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരു നടനാണ്. ചിലപ്പോൾ മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാവും. അതിന്റെ കാരണം പഴയ കാലത്ത് അത് ഈ സിനിമയിലാണ് അധികം സംഭവിക്കുന്നത്. സിനിമയ്ക്ക് ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു രഹസ്യാത്മകതയുണ്ട്. കാരണം അതിന് കാരണം എന്ന് വെച്ചാൽ ക്യാമറ കുറച്ച് പേരുടെ പേരിലേ ഉള്ളൂ. സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കുറച്ച് പേർക്ക് അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യവും കാശുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ടെക്നോളജിയുടെ എക്സ്പ്ലോഷൻ, ക്യാമറ എന്തായി, സാർവത്രികമായി, മൊബൈലായി. പണ്ട് വീട്ടിലെ മുറുക്കൽ മാത്രമേ ഉള്ളൂ, ഇപ്പൊ ഫ്രെയിം മുറുക്കല്, ഫ്രെയിം ടൈറ്റ് ഒക്കെ പറയില്ലേ, ഫ്രെയിം മുറുക്കല്, അങ്ങനെ ഒക്കെ മുറുക്കലായി തുപ്പലും കൂടി. അതന്നെ. പിന്നെ ചോദിക്കാനുള്ള അടുത്ത കാര്യം എന്താ വെച്ചാലേ, ഇപ്പൊ നന്ദേട്ടനെ ഇപ്പൊ ഈ ഫ്രെയിമിലൂടെ കാണുന്ന ആൾക്കാർക്കും തോന്നുന്നുണ്ട് മൊത്തത്തിലൊരു ചേഞ്ച്, ആകെ ഒന്ന് വെളുത്ത്. ഈ നര ഇപ്പൊ വളരെയധികം പരിപോഷിപ്പിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? ഒന്നാമത്തേല് നരയ്ക്കുന്നവനാണ് നരൻ.
മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ നരേറ്റ് ചെയ്യുക ഒരു സംഭവം പറയുക. ഈ സ്പീക്ക് എന്നുള്ളതിന്റെ വേറൊരു ഇംഗ്ലീഷ് വാക്കാണ് നരേറ്റ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ഡൈ ചെയ്ത് നിർത്തി. അത് എന്താ കാരണം വെച്ചാൽ ഞാൻ ഡൈ ചെയ്യുന്ന സ്ഥലത്ത് സ്ഥിരം ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, എന്തിനാ ഈ കെമിക്കൽ എല്ലാം അടിച്ച് കയറ്റണേ, നല്ല നരയാണുള്ളത് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ ചെയ്യാം. ഒരു മോദി സ്റ്റൈലേ. മോദി അയ്യോ എന്തായാലും ഞാൻ നന്ദകിഷോർ എന്നുള്ളത് ഇപ്പം നരയൻ നന്ദകിഷോർ, നെല്ലിക്കൽ നന്ദകിഷോർ എന്നുള്ളത് നരയൻ നന്ദകിഷോർ. പിന്നെ നമ്മൾ ഈ പൂരത്തിനൊക്കെ കമന്ററി പറയണതാണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകിച്ച്. ഈ തൃശ്ശൂർ പൂരം വന്നു കഴിഞ്ഞാൽ ആനയ്ക്കും മേളക്കാർക്കും നന്ദകിഷോറിനും തിരക്കാം. അതെ, തിരക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ വല്ല വെഞ്ചാമിനോട് ഒഴിവന്നാ കയറി വീക്കാൻ മതിയില്ല. അങ്ങനെ ഇരിക്കട്ടെ വെച്ചിട്ട് തല. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അടി മുതൽ മുടി വരെ വെളുത്താന്ന് പറയാം. മറ്റേ മുടി കറുത്താ പറയും. ഇതിപ്പോ ഇല്ല, മനസ്സ് വെളുത്താന്ന് പറയാല്ലേ. അതൊന്നും ഞാൻ പറയാം, അത് വേറെ ആൾക്ക് വേണ്ട. എന്നിട്ട് എങ്ങനെയാണ് ഒരു പറച്ചിലുകാരനായത്? പറച്ചിലുകാരനായത് കുട്ടിക്കാലം മുതലൊക്കെ എനിക്ക് പറയാനുള്ളൊരു സംഭവമുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് വീട്ടിലൊക്കെ തമാശ പറയുമ്പോൾ എൻ്റെ വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ്, അവിടെയുള്ള വീട്ടുകാരൻ തന്നെ പറയാറുണ്ട്. അപ്പം എന്നാൽ പിന്നെ അതൊരു ബോധപൂർവം പറച്ചിലുകാരനായതല്ല. പിന്നെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പാരലൽ കോളേജ് ജോലി കിട്ടിയപ്പോൾ പറയേണ്ടി വരും, പഠിപ്പിക്കുമ്പോൾ പറയേണ്ടി വരുമല്ലോ. മൗനം കൊണ്ടുള്ള വിദ്യാഭ്യാസം ഉണ്ട്, അത് വലിയ യോഗികൾക്കൊക്കെ സാധിക്കും. ഒരു കോമഡി ടീച്ചറായിരുന്നു അവിടെ. കോമഡി പറയുന്ന ടീച്ചർ. കോമഡി ഞാൻ മാസ്റ്റർ M.Com ആണ്, മാസ്റ്റർ ഓഫ് കോമഡിന്നും M.Com തർജ്ജമ ചെയ്യാം. കോം എന്നുള്ളത് കോമഡി ആണല്ലോ. അതെ, M.com. അപ്പോൾ ഈ .com ഉള്ള കാലത്ത് നമ്മൾ തമാശ ക്ലാസ്സിൽ പറഞ്ഞത് രാമേന്ദ്രൻ, ഇവിടെ തൃശ്ശൂർ ഇന്ത്യൻ ആർട്സ് കോളേജിൽ പഠിച്ച ഒരു രാമേന്ദ്രൻ ഉണ്ട്, AP രാമേന്ദ്രൻ. അയാൾ പറയാറുള്ളത് അന്ന് തന്നെ എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ ചായ്ക്കാറ് ഊത്ത് കേൾക്കണ കൂട്ടത്തിലത്ര. അതെ അതെ, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ആർട്ട് ഫോമിലേക്ക്, അതായത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കണം, ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സദസ്സിനെ പൊട്ടിച്ചിരിപ്പിക്കുകയാണ് അല്ലേ? എത്രയോ കാലങ്ങളായിട്ട് ഇത് ചെയ്യുന്നു. അതിപ്പോ ഒറ്റ ഷോയുടെ കാര്യം പറഞ്ഞാൽ 1992 ജൂൺ 1 മുതൽക്ക് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എത്ര കൊല്ലം? 33 വർഷം. ശരിക്കും സ്കൂൾ തുറക്കുന്ന ദിവസം. അപ്പൊ നമ്മുടെ ഒറ്റ ഷോയുടെ സ്കൂൾ തുറന്നത് അന്നാണ്. ജൂൺ 1 കോഴിക്കോട് ടൗൺ ഹാളിൽ ആദ്യത്തെ ഷോയുടെ അരങ്ങേറ്റം. നമ്പൂരി വലിയ തങ്ങ. അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതല്ല. അല്ല, തിരിഞ്ഞ വല്ല എന്താ വെച്ചാൽ നമ്മള് വല്ല പിന്നീന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നു വിളിച്ചാൽ മറ്റേ എനിക്ക് വേണ്ടി വന്നില്ല. ഈ കാലഘട്ടം ഇപ്പൊ നന്ദേട്ടൻ തുടങ്ങിയ 91 പ്രേക്ഷകനല്ല ഇന്ന്. അല്ലല്ലോ, തലമുറ വരെ മാറി കഴിഞ്ഞു, ഒക്കെ മാറി കഴിഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയാണ് ആളുകൾ, അന്നത്തെ ആളുകൾ ഇന്നത്തെ ആളുകൾ ഇങ്ങനെ മാനേജ് ചെയ്യുക? എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മള് അതിന് ഒരു നമ്മള് തമാശ എന്നൊക്കെ പറഞ്ഞ തമാശക്ക് പല ഈ ഉപവിഭാഗങ്ങളുണ്ട്. സറ്റയർ ഉണ്ട്, സോഷ്യൽ സറ്റയർ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ചുരുങ്ങിയത് എല്ലാ മാധ്യമങ്ങളും വാച്ച് ചെയ്യുക എന്നുള്ളത് പറ്റില്ല. പക്ഷെ മിനിമം ഒരു 3-4 പത്രമെങ്കിലും നമ്മൾ പാരായണം ചെയ്തിരിക്കണം. ടെലിവിഷൻ മാത്രം കേട്ടാൽ പോരാ, പത്രം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വാർത്ത അറിയാൻ, ഭാഷയും കിട്ടും. പക്ഷെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ആ വായന ഇല്ലല്ലോ. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഈ വായന ഉണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ അവർക്ക് വായനയില്ല. പക്ഷെ അവർക്ക് കാര്യങ്ങളറിയാം, ചില കാര്യങ്ങളൊക്കെ. എല്ലാ അവർക്ക് പൊളിറ്റിക്സിൽ ഓരോരുത്തർക്ക് എത്രത്തോളം താല്പര്യമുണ്ട്, പൊളിറ്റിക്സോ അല്ലെങ്കിൽ കൾച്ചറോ, എന്തായാലും അതിൽ താല്പര്യമുള്ളതനുസരിച്ച് കാര്യങ്ങൾ അറിയാത്തേ ഉള്ളൂ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പുതിയ തലമുറയായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം? എനിക്ക് വലിയ ഡിഫറൻസ് തോന്നാറില്ല. പുതിയ തലമുറ ഒരു ഹാസ്യകാരൻ എന്നുള്ള നിലയിൽ അവരെ പറ്റി 2 വാക്ക് പറയാൻ പറഞ്ഞ എന്താ ഒരു നിരീക്ഷണം? 2 വാക്കിൽ പുതിയ തലമുറ കാര്യം പറഞ്ഞ അത്രേ ഉള്ളൂ. അവര് എന്താ പറയുക, ഇതാണ് ന്യൂജൻ എന്ന് പറയുന്ന സാധനത്തിന് ഒരു ജനറേഷൻ ഗ്യാപ്പ് നമ്മളായിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് അത് ഫീൽ ചെയ്യുന്നില്ല. അവർക്ക് കോമഡിയോടുള്ള സമീപനം എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് മുമ്പ് ഈ പൂരത്തെ പറ്റി പറയാം, അല്ലെങ്കിൽ മലയാളിയുടെ എല്ലാ ആഘോഷങ്ങളും നമുക്ക് 2 വാക്കി പറയാം. പുറത്ത് പെയിന്റും അകത്ത് പൈന്റും. എല്ലാ ആഘോഷവും പുറത്ത് പെയിന്റാണ്, ഡ്രസ് ചെയ്യാൻ മേക്കപ്പ് ഇടുക, പുറത്ത് പെയിന്റും അകത്ത് പൈന്റുമാണ്. പുതിയ തലമുറയ്ക്ക് അകത്ത് പൈന്റ് മാത്രമല്ല, പുകയും കൂടി ഉണ്ട്, കഞ്ചാവുണ്ട്, പുകയിൽ നിൽക്കില്ല. M.Com MDMA ഉണ്ട്. അപ്പൊ പുതിയ തലമുറയ്ക്ക് കാഴ്ചപ്പാടുകളുണ്ട്, അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങളുണ്ട്, അവർക്ക് സമൂഹത്തെക്കുറിച്ച്, അവരുടേതായ ജീവിതത്തെക്കുറിച്ചും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യം ഇത് മുഴുവൻ എല്ലാ ആളുകളൊന്നും ഞാൻ പറയുന്നില്ല, കുറേ കുട്ടികൾക്കെങ്കിലും ഇത് വേസ്റ്റായി പോകുന്നു. അതായത് ഈ പുകച്ച് കളയുക, മയക്കുമരുന്നടിച്ച് കളഞ്ഞ് കിറുങ്ങി പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ മയക്കുമരുന്നിന് വരെ നമുക്ക് വേണ്ടത് ഉണർവ് മരുന്നുകളാണ്. ഉണർവാണല്ലോ ജീവിതം. മയക്കെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഈ നിത്യനിദ്ര, മരണം, വലിയ മയക്കം, അതാണ് മരണം. അപ്പൊ ഇവിടെ കുറച്ചു നേരം മയങ്ങി കഴിഞ്ഞാൽ പിന്നെ അവനെ ഈ ലഹരിയുള്ളവനെ പിന്നെ ഒന്നിനും കൊള്ളില്ല. അങ്ങനെ മാറുന്ന രീതിയിലേക്കൊക്കെ മാറി വരുന്നുണ്ട്. അത് അവരുടെ മെന്റലി അങ്ങനെയാണ്. അവര്
എനിക്ക് അങ്ങനെ എങ്ങനെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. വാച്ച് ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രധാരണം മറ്റേ അവരുടെ വസ്ത്രധാരണം മാച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ അതിനും വ്യത്യാസം വരുന്നുണ്ടോ സംശയമുണ്ട്. ഒരു ഘട്ടത്തിൽ കണ്ടിരുന്നത് എന്നു വെച്ചാൽ വസ്ത്രം വാങ്ങിയിട്ട് മറക്കേണ്ട ഭാഗങ്ങളൊക്കെ കീറി വയ്ക്കുക, കീറേണ്ട ഭാഗങ്ങളൊക്കെ മറച്ചു വയ്ക്കുക. അപ്പം അങ്ങനെ ഒരു വസ്ത്രം, അതായത് പുറത്ത് എന്താണോ കാണാൻ പാടില്ലാത്ത അത് പുറത്തേക്ക് ആ ഭാഗത്തെ വസ്ത്രമൊക്കെ കീറി വയ്ക്കും. അത് മറയ്ക്കുക. എന്ത് ഈ നഖ മറയ്ക്കലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു മാറ്റിക്കളഞ്ഞു. എന്തെന്ന് മറയ്ക്കേണ്ടത് തുറന്നു കാണിക്കുകയും തുറക്കേണ്ടത് മറച്ചു വയ്ക്കുകയും ചെയ്യുന്നതാണ് നഗ്നത എന്നൊരു സാധനമാണ് പുതിയ ഈ കുട്ടികളുടെ വേഷവിധാനം. കുട്ടികളെന്നൊന്നും അവർക്ക് വിളിച്ചാൽ അവർക്ക് ഇഷ്ടമില്ല. പുതിയ തലമുറയാണ് കുട്ടികളെന്ന് ഞങ്ങളെ വിളിച്ചാൽ അവർ വളർന്നവരാണ്. അപ്പൊ വ്യക്തികളാണ്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ പുതിയ വ്യക്തികളുടെ ഈ സംഭവം ഇങ്ങനെ വരുന്നത്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. നന്ദേട്ടനെ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ടിട്ടുള്ള സിനിമയിലൂടെയാണ്. സിനിമയിലൂടെയാണല്ലോ ഒരു കലാകാരന് ഏറ്റവും കൂടുതൽ പ്രശസ്തി കിട്ടുന്നത്. പിന്നെ സീരിയലും ഉണ്ട്. എങ്കിലും ഒരു ഒറ്റയാൾ പറച്ചിലുകാരനായിട്ട് ഇങ്ങനെ വന്നിട്ട് എങ്ങനെ സിനിമയിലേക്ക് എത്തി? അല്ല, സിനിമയിൽ അഭിനയിക്കാന്ന് മോഹം പണ്ടുണ്ടല്ലോ. ഈ അധ്യാപനം പോലും അതിൽ അഭിനയമുണ്ട്. നമ്മളൊരു വിഷയം കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ചില അധ്യാപകർ കൈയും കാലൊക്കെ ഉപയോഗിക്കും, ചില അധ്യാപകർ നിർന്ന് സംസാരിക്കും. അപ്പോൾ അങ്ങനെ അഭിനയത്തിൻ്റെ സാധനം അധ്യാപനത്തിൽ കൂടെ എന്നിലിങ്ങനെ പരിപോഷിപ്പിട്ട് വളരുകയും. അപ്പോൾ സിനിമ നമുക്കൊരു ലക്ഷ്യം തന്നെയാണെന്ന് ഇത് ഞാൻ പറയുന്നത് പറയുമ്പോൾ 82, 84, 80 മുതൽക്കുള്ള അപ്പോഴാണ് നമുക്ക് സിനിമയിൽ അഭിനയിക്കുന്നൊരു ഇതൊക്കെ വരുള്ളൂ. ആ കാലഘട്ടത്തെ കഥയാണ്. അപ്പോൾ അന്ന് സിനിമ തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മോഹമുണ്ട്. പിന്നെ വൺ മാൻ ഷോ തുടങ്ങി. വൺ മാൻ ഷോ ഒറ്റയ്ക്കുള്ള പറച്ചിൽ തുടങ്ങിയപ്പോൾ പോലും നമ്മുടെ മനസ്സിൽ സിനിമയുണ്ട്. അങ്ങനെയാണ് 2000-ൽ ഞാൻ ആദ്യമായിട്ട് KB മധു സംവിധാനം ചെയ്ത ഈ വിനയപൂർവ്വം വിദ്യാധരൻ എന്ന ചിത്രത്തിൽ ജഗതി ചേട്ടൻ്റെ കൂടെ അഭിനയിക്കും. അമ്പിളിയേട്ടൻ്റെ കൂടെ. അതെ ആദ്യം അവരുടെ കൂടെ അഭിനയിച്ചു. എന്ത് പറഞ്ഞത്? അപ്പോൾ അത് ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, യു വിൽ കം അപ്പ് എന്ന് പറഞ്ഞ ആളെൻ്റെ പുറത്ത് തട്ടി, ഇതാ നന്നാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഓസ്കാർ ഇടിയില്ലേ മിരവില്ല. അദ്ദേഹം വലിയൊരു നടനാണല്ലോ, വലിയൊരു അനുഗ്രഹമല്ലേ. വലിയൊരു അനുഗ്രഹമാണ് എനിക്ക്. അങ്ങനെ അത് ഞാൻ കണക്കാണ്. അതെ, അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ കുറേശ്ശെ പടങ്ങൾ ഇങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി. കസ്തൂരിമാൻ, അങ്ങനെ എത്രയോ സിനിമകൾ. അതിനിടയിൽ നാടകമുണ്ട് അല്ലേ? അത് ശരിക്കും നാടകം ആണ് തുടക്കം വരുന്നത്. 1984 ഞാൻ MCOM പാസ്സായിട്ട് ഇവിടെ സ്റ്റാർ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ എന്നൊരു ട്യൂട്ടോറിയൽ ഉണ്ട്, ഷൊർണൂർ റോഡിൽ. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് BTA കോഴ്സിന് അപേക്ഷിച്ചുകൊണ്ടൊരു പരസ്യം കണ്ടു. ഞാൻ ഒന്നും നാടകം അഭിനയിച്ചിട്ടില്ല, കോളേജ് കാലത്തൊന്നും ഞാൻ ഒന്നും അഭിനയിച്ചിട്ടില്ല. ഞാൻ ഈ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് അയച്ചു. അതിൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന എനിക്കൊന്നുമില്ല. പക്ഷെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച് എന്നെ സെലക്ട് ചെയ്തു. അവിടെ കുറച്ച് കാലം പഠിച്ച് എനിക്കൊരു ജോലി കിട്ടി കർണാടകയിൽ. അപ്പോൾ ഞാൻ തിരിച്ച് അതിന് പോയി. അപ്പോൾ ഈ കോഴ്സ് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ കർണാടകയിലെ ജോലി കൊണ്ടുകൊടുക്കാൻ എനിക്ക് വയറിളൊക്കെ പിടിപെട്ട് വന്നു. അതായത് ഞാൻ ജോലി കൊണ്ടുകൊടുക്കേണ്ട ഞാൻ തിരിച്ചു പോകും. തിരിച്ചു വന്ന് ഇവിടെ വീണ്ടും പേരുടെ കോളേജ് അധ്യാപനം തുടങ്ങി. അപ്പോഴാണ് ഈ ജോസ് ചിറമൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ നേതൃത്വത്തിലുള്ള റൂട്ട് എന്ന ട്രൂപ്പ് ഉണ്ടാവും. അവരോട് ബന്ധപ്പെടുന്ന ട്രൂപ്പ് അതിന് മുമ്പുണ്ട്. ആ ട്രൂപ്പിൽ മുദ്രാരാഷ്ട്രം എന്നൊരു നാടകം അന്ന് ഡൽഹി കേന്ദ്ര സംഗീത നാടക അക്കാദമിക്ക് വേണ്ടി നാട്യസമാരോഹം എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. ചെറുപ്പക്കാരായ നാടക സംവിധായകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ പ്രോജക്റ്റായിരുന്നു. അതിൽ ഈ മുദ്രാരാഷ്ട്രം കളിക്കേണ്ട. അതിൽ എനിക്ക് സൂത്രധാരൻ്റെ വേഷം എന്നെ ജോസേട്ടൻ കാസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് പിന്നെ അത് തുടങ്ങിയത് അല്ലേ? അപ്പോൾ നാടകം പിന്നെ അത് തുടങ്ങി. മുദ്രാരാഷ്ട്രം കുറേ വേദി ഞാൻ ഡൽഹി കളിച്ചു, മദ്രാസിൽ കളിച്ചു, ഡൽഹി കളിച്ചു, 10-25 വേദികൾ നാട്ടിൽ കളിച്ചു, വേറെ സ്ഥലങ്ങളിൽ. അങ്ങനെയാണ് പിന്നെ എനിക്ക് ജോലി കിട്ടിപ്പോയി ഞാൻ. അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് പിന്നെയാണ് വൺ മാൻ ഷോ തുടങ്ങുന്നത് നമ്പൂരിവല്ല 92-ൽ. അപ്പോൾ ഈ വൺ മാൻ ഷോ, നാടകം, സിനിമ ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നീട് എഴുത്തുണ്ട്. പിന്നെ അതിന് മുമ്പ് സീരിയലുണ്ട്. അതായത് വൺ മാൻ ഷോ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മണിലാലുണ്ട് നമ്മളത്തെ വടാൻപിള്ള. അയാൾ തുടക്കം എന്ന് പറഞ്ഞിട്ട് മിൽമയ്ക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ ഫിലിം എടുത്തു. അതിൽ ഞാനും VK ശ്രീരാമേട്ടനാണ് അഭിനയിച്ചത്, അളിയന്മാരായിട്ട്. വേറെ ആക്ടേഴ്സും ഉണ്ട്, ആർട്ടിസ്റ്റുണ്ട്. ജോളി ഉണ്ട്, സൈനബാദ് ആർട്ടിസ്റ്റ്. അതാണ് ആ തുടക്കം എന്ന സിനിമയിൽ മണിലാലിൻ്റെ സഹായിക്കാൻ വന്ന ആൾ. മണിലാലിൻ്റെ സുഹൃത്തും സഹായിയായിരുന്നു മുഹമ്മദ് കുട്ടി. അതായത് ചങ്ങരംകുളംകാരനാണ്. അങ്ങനെ ഒരു അടൂർ ഗോപാലകൃഷ്ണനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞു, ഞാൻ നന്ദേശ്വർജിക്ക് ഒരു വേഷം തരും എന്ന് പറഞ്ഞിട്ട്. അത് സംഭവിക്കുന്നത് 95-ലാണ്. 97-ലാണ് മുഹമ്മദ് കുട്ടി ഒരു കത്തെനിക്ക് വരുന്നത്. മുക്കത്ത് അശോക ടൂറിസ്റ്റ് ഹോമിൽ ഒരു വേഷമുണ്ട്. അങ്ങനെ മുഹമ്മദ് കുട്ടി സംവിധാനം ചെയ്ത സ്കൂൾ ഡയറി, അക്ബർ കക്കട്ടിൽ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ഇത് അധ്യാപക കഥകളും സ്കൂൾ ഡയറിയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള സ്കൂൾ ഡയറി എന്ന സീരിയലിൽ ഞാൻ നമ്പൂരി ഭാഷയിൽ ഒരു വേഷം ചെയ്തു. അത് 97-ൽ ഷൂട്ട് ചെയ്തു, 99-ൽ ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് 2000-ൽ ഞാൻ നമ്മുടെ ഇവിടെ തുടങ്ങുന്നത്. അവിടെ
ഈ 2000-ലെ മധുവിൻ്റെ KB മധുവിൻ്റെ വിനയപൂർവ്വം വിദ്യാധരെല്ലാം അഭിനയിക്കുന്നു. ഈ അഭിനയത്തിന് വൈവിധ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുന്നതും ഒരു ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിക്കണമൊക്കെ വൈവിധ്യങ്ങളുണ്ട്. അതെങ്ങനെയാണ്? എന്നിട്ട് രണ്ടും ചെയ്ത ആളാണ്. അപ്പോൾ അതിൽ രണ്ടിലെ ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ? വൈവിധ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേജിനെ സംബന്ധിച്ച് യാന്ത്രിക സഹായം കുറവാണ്. യാന്ത്രികം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് യന്ത്രങ്ങളുടെ സഹായം. ഇപ്പോൾ ലൈറ്റ് ഉണ്ട്, എനിക്ക് യന്ത്രമുണ്ട്, മൈക്കുണ്ട്, ആ യന്ത്രമുണ്ട്. പക്ഷേ എത്ര മൈക്കുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കാണണമെങ്കിൽ അത് ഉറക്കെ പറയണം. ഓവറായിട്ട് അഭിനയിക്കാന്ന് പറയുന്ന നാടൻ ഭാഷയിൽ, ഇപ്പോഴത്തെ ഭാഷയിൽ അല്ല കുറച്ച് ഓവറാന്ന് പറയില്ലേ. അതെ, സിനിമയിൽ അത് പാടില്ല. കാരണം അവിടെ ഈ ലെൻസ് ഉണ്ട്. ലെൻസിൻ്റെ പർപ്പസ് എന്താ? ചെറുതിനെ എന്താക്കി കാണിക്കുക, വലുതാക്കി കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ചെറിയ ചലനങ്ങളെ കൊണ്ട് വലിയ ഭാവങ്ങൾ സിനിമയിൽ വ്യഞ്ജിപ്പിക്കണമെന്ന് നമ്മൾ ശ്രമിക്കേണ്ടത് മഹാനടനായ സത്യം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. കേൾക്കല്ല, സിനിമ മാസികയിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതെൻ്റെ മനസ്സിൽ നിന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പഠിച്ച പ്രോസൂഡിയവരാണ്. നാടകത്തിൽ വലിയ ചലനങ്ങൾ വേണം. ഇപ്പോൾ മുദ്രാരാഷ്ട്രത്തിലൊരു ഡയലോഗ് എടുത്തു, അങ്ങനെ മിഴുങ്ങസ്യിരുന്നാൽ എൻ്റെ കർമ്മം വിഫലൈന്ന് ചുരുക്കാം. എന്താ മനസ്സിലായത്? വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇതൊരു സാധനം ഉണ്ടല്ലോ, ഓവറിൻ്റെ അങ്ങേറ്റാണ്. സിനിമയാകുമ്പോൾ അങ്ങനെ മിഴുങ്ങശ്ശേരുന്നാൽ എന്താ മനസ്സിലായത്? വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മിഴുങ്ങശ്ശേരുന്നാൽ എൻ്റെ കർമ്മം വിഫലായി എന്ന് ചുരുക്കാം. ഇത്ര വേണം. ഇപ്പോൾ കസ്തൂരിമാല ഡയലോഗ് എന്ന് പറയുമോ? എന്താ ശ്യാമളെ തേടി വരും കണ്ണുകളിൽ. അത് തേടി വരും കണ്ണുകളിൽ ഓടി. ഞാൻ ഈ സാധനം കയ്യിലെടുത്ത ഈ മ്യൂസിക് കണ്ടക്ടർ സാധനം ഉണ്ടല്ലോ, അതാണ് ഞാൻ അച്ഛൻ പാട്ട് പാടുകയാണ്. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും ശ്രീനി, ശീലയുടെ മനസ്സിനുള്ളിൽ കുടിയിരിക്കും ശ്രീനി, അയ്യപ്പ ശ്രീനി അയ്യപ്പ ശ്രീനി. ഈ പാട്ട് ആ ക്ലാസ് ഷൂട്ട് ചെയ്യണ സെൻറ്റ് മേരീസ് കോളേജ് തൃശ്ശൂർ, അവിടുത്തെ ക്ലാസ് റൂമിൽ നിന്ന് ഞാനും ലോഹിതദാസും മറ്റേ വേണുല്ലേ ക്യാമറമാൻ, ഞങ്ങൾ 3 ആളും ചേർന്ന് ഉണ്ടാക്കിയതാണ് ഒരു പാട്ട്. അപ്പം തന്നെ ഉണ്ടാക്കിയത്. ഇത് പാട്ട് പഠിച്ചു, ഇത് പാട് തേടി വരും കണ്ടു. പിന്നെ അങ്ങനെ ഉണ്ടായി വന്നു. അപ്പോൾ സിനിമയ്ക്ക് അതാണ് ഒരു തരം അകത്തേക്ക് വലിയല്ല, അതിനെ അണ്ടർ ആക്ടിങ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അണ്ടർ ആക്ടിങ് എന്ന് വിളിച്ചാലും നാടകത്തിൽ അത്രയും വലിയ ചലനങ്ങളോ കണ്ണിൻ്റെ മുഖത്തെ ഭാവങ്ങളോ സിനിമയിൽ ആവശ്യമില്ല. കാരണം അത് ഇപ്പോൾ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ദേഷ്യം, നാടകത്തിനാണെങ്കിൽ ഇങ്ങനെ നോക്കണം, പല ഡയലോഗ് കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ക്ലോസപ്പ് എന്ന് പറഞ്ഞ സാധനം നാടകത്തിലുണ്ട്. പക്ഷെ ആദ്യത്തെ 3-4 വരി പ്രേക്ഷകർക്ക് അത് കിട്ടുള്ളൂ, അതിലുള്ളവർക്ക് ആംഗ്യവും ശബ്ദവും കിട്ടുള്ളൂ. അതേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ അതിന് ഊന്നൽ കൊടുക്കുകയും ഈ സാധനം വേണം, ഭാവം വേണ്ടാന്നല്ല പറഞ്ഞത്. അതെ, പക്ഷേ അത് എത്ര വലുതാക്കാമോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ക്ലോസപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ക്ലോസ് എന്ന് പറഞ്ഞാൽ ഭാവം കുറയ്ക്കാന്നർത്ഥം. ഇതാണ് രണ്ടും തമ്മിലുള്ളൊരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എന്നാണ് എൻ്റെ ധാരണ. അതെ, ഇപ്പോൾ വൺ മാൻ ഷോയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം എത്രയോ ആയിരക്കണക്കിന് അതിപ്പോൾ 92 33 കൊല്ലമായി. അതിൽ എത്ര ഉണ്ടത് എനിക്ക് അതിൻ്റെ നമ്പറൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞു. ഈ സ്റ്റേജ് പരിപാടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അല്ലേ? ഇല്ല, ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം കുഴപ്പം എന്താ വെച്ചാൽ അങ്ങനെ വിജയിച്ച അനേകായിരം വേദികൾ, പരാജയപ്പെട്ട വേദികളൊക്കെ ഉണ്ടല്ലോ, തുറന്നു പറയാൻ മടിയില്ല. ഒരു മടിയില്ല. അല്ല, ഒരു മനുഷ്യന് വിജയം മാത്രമായിട്ട് ഉണ്ടാവില്ല. ഒരു ആർട്ടിസ്റ്റ് ഈസ് ബൗണ്ട് ടു റിസീവ് ബോത്ത് ബൊക്കേസ് ആൻഡ് ബ്രിക്ക് ബാറ്റ്സ്. പൂമാലയും കിട്ടും, ഏറും കിട്ടും. എനിക്ക് 2 കിട്ടിയിട്ടുണ്ട്. അതായത് ഞാനൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ ശരിയല്ല, വടക്കൻ പ്രദേശത്താന്ന് വെച്ചോളോ. ന്യൂ ഇയറിന് പരിപാടി ഏറ്റു. ഞാൻ ന്യൂ ഇയറിന് പരിപാടി അയൽക്കാരില്ല. അതിനുശേഷം അന്ന് ഇത് തുടങ്ങുന്ന കാലത്ത് നമുക്ക് ലോകം മുഴുവൻ പ്രചരിപ്പിക്കണം നമ്പൂരി ബലിതങ്ങളാണല്ലോ ഞാൻ തുടങ്ങിയത്. അതിന് വായിച്ചു വയ്ക്കുന്നുണ്ടാവും. ആ വാശിയുടെ പുറത്തിൽ അങ്ങനെ എൻ്റെ സാധനം പരമാവധി പ്രേക്ഷകരിൽ എത്തിക്കണം എന്ന് ഞാൻ ന്യൂ ഇയർ ഈവിന് പരിപാടി ഏറ്റു. അവിടെ ചെന്നപ്പം എനിക്ക് അന്തരീക്ഷം പറ്റിയല്ലൊക്കെ എല്ലാവരും ഏതാണ്ട് ആളുകളൊക്കെ 4 കല്ലുമ്പിലായിട്ടുണ്ട്. പരിപാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ നമ്പൂരി ഫലിതങ്ങളാണ്. അത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ സ്റ്റേജിലേക്ക് കുറേശ്ശെ പൂഴി വാരിയിടാൻ തുടങ്ങി. അപ്പോൾ എനിക്കിത് മനസ്സിലായിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ എൻ്റെ ബാഗ് ഈ വിങ് കർട്ടൻ്റെ സൈഡിൽ വെച്ചു. പിന്നിൽ വയല, പാടത്തിന് സ്റ്റേജ്, പിന്നിൽ പാടാണ്. അപ്പോൾ ഇവിടെ തന്നെ ഓടാം എന്ന് വെച്ച് ഈ വരണ പൂഴി മാറി ചരലായി, ആർക്കും ബോധമില്ല. പിന്നെ കല്ല് 1-2 ഉള്ളപ്പോഴേക്കും ഞാൻ ഈ ബാഗ് എടുത്ത് ഈ സ്റ്റേജ് ഇറങ്ങി പിന്നിക്കൂടെ വരമ്പത്തോടെ ഓടി. വരമ്പത്തോടെ ഓടിയിട്ട് ഞാൻ ഒരു വീട്ടിൽ നിന്ന്, അപ്പോൾ ഒരു സ്ത്രീ വന്ന് വാല് പറഞ്ഞു, നിങ്ങളെ സ്വീപ്പ് ചെയ്തത് ആ വരാന്തല്ലേ കിടന്നോളാൻ പറഞ്ഞു. ഞാനവിടെ കിടന്നു.
പിറ്റേ ദിവസം കാലത്ത് അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി പരിപാടി കഴിയും. പിന്നെ എൻ്റെ ഓഫീസിൽ ജോലിക്ക് അപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന കാലത്താണ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതൊരു കലാകാരന് തുറന്നു പറയാൻ മടിക്കാത്തൊരു കാര്യം. അത് അതിൻ്റെ ആവശ്യമില്ല, അത് സംഭവിച്ച കാര്യമാണ്. ഇതിൻ്റെ ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഈ എൻ്റെ പരിപാടി മോശമായതുകൊണ്ട് ആയിക്കൊള്ളുന്നില്ല. അവിടെയുള്ള ഒരു ന്യൂ ഇയറിന്റെ മൂഡിലാണ്. അപ്പൊ അവരത് മദ്യപിച്ചു. പിന്നെ നമ്പൂരിബലത്തിന്റെ ഒരു ലിറ്റററി സാധനം ഒന്നും ആസ്വദിക്കാവുന്ന മാനസികാവസ്ഥയല്ല അപ്പോൾ ഈ സ്ഥലത്ത് തന്നെ. സ്ഥലം എവിടെ ഞാൻ പറയുന്നില്ല. വേറെ ഒരു ദിവസം ഈ അന്തരീക്ഷത്തിലല്ല പരിപാടി വിജയിച്ച ചരിത്രം എനിക്കും. ഈ വിജയത്തിന്റെ അങ്ങേറ്റം കണ്ട വേദികളുണ്ടാവല്ലോ ഒരുപാട്. അത് തകഴി, അതായത് ആളുകൾ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നമ്പൂരിബലം ഞങ്ങൾ വെച്ചു. തകഴി ധർമ്മശാസ്ത്രത്തിൽ ഞാൻ പോയി. എൻ്റെ പരിപാടി കഴിഞ്ഞു കറക്റ്റായിട്ടു. ആളുകൾ ആർത്ത് വിളിച്ചിട്ട് കറക്റ്റാൻ രണ്ടാമത് പോക്കി അരമണിക്കൂറും ജീവിച്ചെന്നെ ഉണ്ട്. നിർത്താൻ പറ്റില്ല, അരമണിക്കൂറും ചെയ്യണം എന്ന് പറഞ്ഞു. അരമണിക്കൂറും ചെയ്തു. അതിനുശേഷം കഥകളിയാ. അപ്പൊ അതിന് കാണാൻ വന്ന ഓഡിയൻസ് ആണ്. അത് ക്ഷേത്രത്തിലാണ് മദ്യപിച്ചു വന്ന ഓഡിയൻസ് അല്ല. മറ്റേ ഓഡിയൻസ് മോശമായിട്ടില്ല, അവരുടെ മാനസികാവസ്ഥ ബീവറേജ് കൊണ്ടുപോയി മാത്രമേ. അവിടെ വന്നിട്ട് രണ്ടാമത് എന്നെ കൊണ്ട് കർട്ടൻ പൊന്തിച്ച് അരമണിക്കൂർ ചെയ്യിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം. അംഗീകാരമാണ്, അവാർഡാണ്, ഏറ്റവും വലിയ അവാർഡ് പ്രേക്ഷകന്റെ. ഇപ്പോ കസ്തൂരിമാനിലെ നന്ദേട്ടന്റെ പള്ളിയിലെ കഥാപാത്രം അത് വന്നപ്പോ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചു നന്ദേട്ടൻ ഒരു ഒരു വേറെ തരത്തിലുള്ള ജഗതി. അതിനുശേഷം പിന്നെ സിനിമകളുണ്ട്, സജീവമാണ്, ഓക്കെ. പക്ഷെ ആ വിചാരിച്ചതിലേക്ക് എത്തിയില്ല. അതിന്റെ കാരണം പലരും പറയുന്നത് നന്ദേട്ടൻ ഇപ്പൊ ചാൻസ് ചോദിക്കുന്ന കാര്യം കുറവാണല്ലേ. ചാൻസ് ചോദിക്കില്ല, പറ്റില്ല. ഞാൻ വിളിച്ചു ചോദിച്ചു, അതൊരു തൊഴിലാക്കാറില്ല അല്ലേ? അല്ല, എനിക്കൊരു ചാൻസ് വേണമെന്ന് ഞാൻ എല്ലാവരോടും പറയും. സത്യനന്ദിക്കാട് മുതലായ വലിയ ഡയറക്ടർമാർ മുതൽ ചെറിയ ഡയറക്ടർമാരോട് നമ്മുടെ ചെറിയത് വെച്ചാൽ ഞാൻ ചെറുപ്പം എന്നുള്ള അർത്ഥത്തിലല്ല പറയണേ. കൂടുതൽ സിനിമ എടുത്ത ആളുകളും നല്ല സിനിമ എടുത്ത ആളുകളും അല്ലാതെ ചെറിയ ഷോർട്ട് ഫിലിം എടുക്കുന്ന ആൾക്കാരുടെയൊക്കെ അടുത്ത വിടത്തിൽ എന്നെ പരിഗണിക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഈ ISRO ഇല്ലേ നമ്മുടെ, അവർ റോക്കറ്റ് വിടുമ്പോൾ ചില റോക്കറ്റ് ചീറ്റി പോവും. അതേപോലെ എന്തൊരു ചീറ്റി പോയി ഒരു പക്ഷേ ഒരു റോക്കറ്റ് അങ്ങനെ അതിൻ്റെ ഫലം പടം വേഷം നന്നായി. കസ്തൂരിമാൻ എന്ന സിനിമയിലെ വേഷം അത് 2003 ഇപ്പം 22 കൊല്ലായി. ഇപ്പോഴും ആ വേഷം ചർച്ചയാണ്, ആളുകൾ ഇപ്പോഴും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ലോഹിതദാസ് എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും ഒരൊറ്റ ക്രാന്തദർശിത്വം കൊണ്ടാണ് അദ്ദേഹം എന്നെ കാസ്റ്റ് ചെയ്തത്. ഞാൻ നോക്കിയെന്നെ, ഞാൻ എൻ്റെ ലൊക്കേഷൻ കാണാൻ വെറുതെ പോയതാണ്. അവിടെ നിന്ന് കിട്ടാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഈ വേഷം ചെയ്യാം, അതൊരു സിഗ്നേച്ചർ ആക്കിയില്ലേ. ഒരു സിഗ്നേച്ചർ വേഷമായി മാറി. പിന്നെ അന്ന് ലോഹിതദാസ് പറഞ്ഞിട്ട് ഈ പടം കഴിഞ്ഞാൽ ഇവനെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞതായിട്ട് വേറെ ആൾ എന്നോട് പറഞ്ഞു, അങ്ങനെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ലോഹിതദാസിൻ്റെ ഒരു ലിഫ്റ്റിംഗ്, അദ്ദേഹം എന്നെ ഒന്ന് കൈ പിടിച്ചിട്ട് നിലത്തുനിന്ന് സ്ക്രീനിലേക്ക് പൊക്കി വെച്ചത്. അതിന് മുമ്പ് മുഹമ്മദ് പടമുണ്ട്, KB മധുവിൻ്റെ പടമാണ്, പിന്നെ ജയരാജൻ്റെ പടമാണ് ശാന്തം. മൂന്നാമത്തെ മൂന്നാമത്തെയാണ് കസ്തൂരിമാൻ. അപ്പോൾ അതൊന്ന് പൊക്കി വെച്ചത് ആരാണ്? ലോഹിതദാസാണ്. അപ്പോൾ ആ കടപ്പാട് നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെ എന്നെ സംബന്ധിച്ച് സിനിമയെ സംബന്ധിച്ച് ഒരു ഗുരു വഴികേറ്റി വയ്ക്കുകയാണ്. നമ്മൾ ഗുരുവിന് എന്ത് കൊടുക്കുക? സ്മരിക്കുക, അത്ര. അത് ജീവിച്ചിരിപ്പില്ല. അപ്പം അങ്ങനെയുള്ള ഞാൻ ഈ ഓടാത്തൊരാളാട്ടോ വേഷം ചോദിച്ചു. അത് സജീഷ് നടക്കൽ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലുണ്ട്. അതെ, സ്ലോ മോഷനാ, അതുണ്ട്. ഓടാറില്ല, ഓടലില്ല, വേഗത്തിൽ നടന്നു വരാം. കിട്ടിയോണ്ട് നമ്മൾ തൃപ്തനാണ് അല്ലേ. എനിക്ക് വേറെ ഇപ്പോൾ വലിയ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. എഴുത്ത് വന്നപ്പോൾ അത് വന്നു. അപ്പം കിട്ടിയോട്ടെ. അങ്ങനെ ഒരു ഹാസ്യ അവാർഡ് കിട്ടി. ചില ആൾക്കാർ പറയണ്ടേ ഇയാൾ ഹാസ്യ അവാർഡ് തന്നെയാണ്. അപ്പം സീരിയസ് അവാർഡ് വേറെ ഉണ്ടോ? അതെ. ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുമ്പോഴേ എങ്ങനെയാ, അത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡ് ആണോ അത് അവിടെ എത്തി സ്പോട്ട് എഡിറ്റ് ആണോ, എന്താണ് ചെയ്യുന്നത്? സ്ക്രിപ്റ്റഡ് അല്ല. എന്നാ ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട് നമ്പൂരി ഭരിതാണ്. അത് വായിച്ചു നോക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഈ കൊട്ടാരത്തി ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല, അതിലെ കഥകൾ, ചില ഈ മുട്ടസമ്പൂരി, നടുവിലെപ്പാട്ട്, വട്ടേരി തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ അതിഗംഭീരമായിട്ടുള്ള വിറ്റുകളുള്ള കഥകളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കും. പിന്നെ അവിടെ ചെന്നിട്ട് ശരിക്കും ഇതിന് പോകുമ്പോൾ മൈൻഡ് ബ്ലാങ്കാ. പിന്നെ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു തുടങ്ങുമ്പോൾ അത് നമ്മൾ അതിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ് കൂടുതലും. സ്ക്രിപ്റ്റഡ് ആയാതെ മുഴുവൻ ശരിയാവില്ല, ആർട്ടിഫിഷ്യൽ ആവും. എന്നെ സംബന്ധിച്ച് വേറെ ആൾക്കാർക്ക് വേറെ തരത്തിലാവാം.
പറഞ്ഞിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ MV നികേഷ് കുമാർ അദ്ദേഹം ഒരു TV ഷോയ്ക്ക് വേണ്ടിയിട്ട് നന്ദേട്ടൻ ഒരിക്കൽ ക്ഷണിക്കുകയാണ് ഒരു മീറ്റിങ്ങിന്. അപ്പോൾ എന്നിട്ട് അവിടെ ചെല്ലുന്നു. എന്നിട്ട് അവർ ഇരുന്ന ഒരു കോൺഫറൻസ് ഹാളിൽ ഇരുന്ന് മീറ്റിംഗ് കൂടുന്നു മാധ്യമ സിംഹങ്ങളുമായിട്ട്. എന്നിട്ട് നന്ദേട്ടനോട് അവർ പറയുന്നു നമുക്കൊരു ഷോ ചെയ്യണം, ഒരു 1 man ഷോ ചെയ്യണം, അത് ഒരു 20 മിനിറ്റ് അങ്ങോട്ട് വേണം. അപ്പോൾ 20 മിനിറ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം? അത് റിപ്പോർട്ടറിലല്ല, എന്താണ് ആ സംഭവം? ഏഷ്യാനെറ്റ് ന്യൂസ്. എന്താ സംഭവം? ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് തന്നെ അഭിലാഷ് ഒരു ന്യൂസ് റീഡർ. നികേഷ് കുമാർ അല്ല അല്ലേ? നികേഷ് കുമാർ വേറെ വിളിച്ചിട്ടുണ്ട്. നികേഷ് കുമാറാണ് എന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ള കേരളത്തിലെ വിവരമുള്ള ഒരേ ഒരു ജാക്കിയര് താനാവും. ഇത് ആത്മപ്രശംസയല്ല, നമ്മളെ ഏത് മനുഷ്യനെ അവരവരെ പ്രശംസിക്കുന്നത് ഇഷ്ടം തന്നെയാണ്, അല്ലാതെ പറയാൻ പറ്റുക. കുട്ടികൾ മുതൽ അതെ ആ കുട്ടികളെ മോനെ പഠിക്കുക. ഈ സൈക്കോളജിസ്റ്റുകളെ പറഞ്ഞ കുട്ടികൾ ചെയ്യുന്ന ചെറിയ വർക്കുകളെ പോലും അപ്രീഷിയേറ്റ് ചെയ്തവരെ പ്രശംസിക്കുമ്പോൾ ഓരോരുത്തരെ നോക്കിയിട്ട് നീ കൊളരാത്ത 10 കൊല്ലം പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ അതുണ്ട്, താൻ നല്ലൊരു വേറുള്ള ജാക്കിയായിരുന്നു അവരോട് പറയാം. അത് വേറെ സാധനം നികേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് അഭിലാഷ് എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിക്കുകയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിലാണല്ലോ മോദി അധികാരത്തിൽ വന്നത്. അപ്പോൾ നമുക്കൊരു തെരഞ്ഞെടുപ്പിന് വെച്ചിട്ട് സാധനം ചെയ്തു കൂടെ എന്ന് ചോദിച്ചു. ശരി ചെയ്യാം, എന്നാൽ അങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. എന്താ പേര്? ഈ കൂത്തെന്ന് പേരിടാന്ന് പറഞ്ഞു. ഇലക്ഷൻ കൂത്ത്. ശരി. അപ്പോൾ എന്നെ ഞാനറിയാതെ കണ്ട് ഇവർ ഒരു റൂമിലേക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഈ സെമി സർക്കിൾ ടേബിൾ ഉണ്ടല്ലോ, അർദ്ധവൃത്താകൃതിയിലുള്ള വട്ടമേശ സമ്മേളനം എന്ന് പറയാൻ പറ്റില്ല, ഈ അർദ്ധചന്ദ്ര സമ്മേളനമായിരുന്നു അത്. അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവർ ഇൻ്റർവ്യൂ ഫോർമാറ്റാ. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അന്ന് ജയദീപായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സ്ക്രിപ്റ്റ് ഉണ്ടോ? സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല അറിഞ്ഞ്. സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് എങ്ങനെ പറയും? അത് നിങ്ങൾ അന്വേഷിക്കണ്ട, ഞാൻ പറഞ്ഞാൽ പോരെ, ക്യാമറ വെച്ചോളാം പറഞ്ഞു. ശരി. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് ഒരെണ്ണെടുക്കാം. ശരി, ചായ കുടിച്ചിട്ട് ചായ കുടിച്ചു, ഒരെണ്ണെടുത്തു. 20 മിനിറ്റ് സാധനം 20 മിനിറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്തു. കട്ടിങ്ങൊന്നുമില്ല, യാതൊരു പ്രശ്നമില്ല. അവർക്ക് വേണമെങ്കിൽ കട്ടിയാം. ഞാൻ 20 മിനിറ്റ് സാധനം അത് ഞാൻ അവരോട് പറഞ്ഞു 20 മിനിറ്റ് പറയാൻ എനിക്ക് 20 മിനിറ്റ് ഷൂട്ടുള്ളൂ. 21 മിനിറ്റ് എടുത്താൽ അത് എനിക്ക് മോശം പറഞ്ഞാൽ കുറച്ച് അഹങ്കാരം ഉണ്ട് തോന്നുന്നു. എന്തായാലും ഞാൻ അത് പറഞ്ഞു. എന്തായാലും ഇതൊക്കെ ആ കൂത്തിൻ്റെ ഒരു ബലാണല്ലേ. നമ്മൾ അരങ്ങിൻ്റെ ജോസേട്ടൻ മുദ്രാരാഷ്ട്രത്തിൽ സ്റ്റേജിൽ മര്യാദയ്ക്ക് നിൽക്കാൻ അറിയാത്ത ആളുകളായിരുന്നു ഞങ്ങളന്ന്. എന്ന് പറഞ്ഞാൽ 1985, 86, 86, 87, 88 ആ കാലമാണ്. അന്ന് നമ്മൾ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടില്ല. പക്ഷേ ആ സ്റ്റേജിൻ്റെ ഒരു സയൻസ് ഉണ്ട്, തിയേറ്റർ സയൻസ് ഉണ്ട്. അത് പറഞ്ഞ് സ്റ്റേജിൽ അങ്ങനെ നിൽക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എത്ര തിരിഞ്ഞാൽ എവിടെ നിന്നാൽ എന്ത് എഫക്റ്റ് ഉണ്ടാവും, അവിടെ നിന്നാൽ എന്ത് എഫക്റ്റ് ഉണ്ടാവും, രംഗമധ്യത്തിൽ നിന്നാൽ രംഗത്തിൻ്റെ ഇടത്ത് നിന്നാൽ വലത് നിന്നാൽ മുന്നിടത് മുൻവലത് മുൻമധ്യം പിന്നിടത് പിൻവലത് അങ്ങനെ ഏരിയ തിരിക്കാമല്ലോ. ഇവിടെയൊക്കെ നിന്നാൽ എന്ത് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് മുതൽ അഭിനയത്തിൻ്റെ അരങ്ങ് പെരുമാറ്റം എന്ന് ചായക്കന്മാർക്ക് അരങ്ങ് പെരുമാറ്റം എന്നൊരു രീതി കൂത്തിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ പറയാം. അത് പഠിപ്പിച്ച് ജോസേട്ടനാണ്. ആ ബലത്തുമ്പിലാണ് നമുക്ക് സിനിമ എന്ത് മാധ്യമല്ല റൂട്ട് വേര്. അപ്പം അത് യാദൃശ്യം, ആ പേര് അങ്ങനെ തന്നെയാണ്. നമ്മുടെ റൂട്ട് ഉറച്ചത് കൊണ്ടാണ് നമുക്കിത് പറയാൻ പറ്റി. കൂത്തിൻ്റെ ഏതെങ്കിലും കുറച്ച് വരികൾ ഭാഗം. സർവകാലവും ഭഗവന്നാമങ്ങളെ ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലേ സംഹൃതങ്ങളായി ചമയും എന്നത് നിശ്ചയമല്ലോ. എന്നത് കൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി അവസാന വിരസങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്തു കൊള്ളുകയത്രേ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു, എന്നാലായതൊക്കവേയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന അവസരത്തിങ്കലേ മനുഷ്യജന്മത്തെ ലഭിപ്പൂ. എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചവാർ പക്ഷം ഒരു അവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ മനുഷ്യരും എല്ലാ കാലത്തെങ്കിലും പ്രയത്നം ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞില്ല, ഇനി സംക്ഷേപം ഇനിയുണ്ട്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു മാതൃകയാണ് ചെറുത് കാണിച്ചു തുടങ്ങും. അതുപോലെ ഈ തുള്ളല് കുഞ്ചുതമ്പിയാരുടെ കല്യാണ സുഖത്തിൽ പട്ടികളുടെ പറഞ്ഞു. ഇപ്പം എന്തായാലും നാട്ടിൽ മുഴുവൻ പട്ടി ശല്യാണ്. അതെ, 3 വയസ്സേ കുട്ടി മുതൽ 90 വയസ്സുള്ള അമ്മ വരെ പട്ടി അടിക്കും. അപ്പോൾ നമുക്ക് പട്ടികളുടെ കവിത കല്യാണ സൗഗന്ധ്യത്തിൽ കുഞ്ചുതമ്പിയാർ പറഞ്ഞു പട്ടികളെ പറ്റിയുള്ള പറഞ്ഞാണ്. ബബ്ബ കുരയ്ക്കുന്ന വമ്പനും നല്ല കറുമ്പൻ വെളുമ്പനും മുണ്ടനും നീളനും ചാത്തനും കുഞ്ഞനും പാണ്ടൻ പറണ്ടനും ചാടിമൂക്കത്തു കടിക്കുന്ന വെള്ളവും കുക്കുടത്തെ പിടിച്ചിടുന്ന കള്ളനും ദുഷ്കരം മുഷ്കരനാം മുറിവാലനും ഒക്കെ ഞെട്ടിച്ചുടൻ ബബ്ബഭൗ
എന്നൊരു ശബ്ദമക്കാടകത്തൊക്കെ പരന്നുതേ. പട്ടിയുടെ പറഞ്ഞാണ് ബൗ 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 ബൗ. ഒന്നും പറയല്ലേ. ഇംഗ്ലീഷിലെ ഇതിന് ഞാൻ വേറെ സാധനം ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചാൽ പട്ടിയുടെ കുരയുണ്ടല്ലോ, ബൗ ബൗ എന്ന് കുരയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഇംഗ്ലീഷിലെ എബൗ എന്ന വാക്കുണ്ടായി. ബൗ 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 എബൗ 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 എബൗ. അതെ, ഇംഗ്ലീഷിലെ എബൗ എന്ന വാക്ക് കുരയ്ക്കുന്നുണ്ടായി. എന്റെ കണ്ടത്തില്ല. ഈ വാക്കുകൾ ഉപയോഗിച്ച് കുറെ മറിച്ചു ചൊല്ലുന്ന പരിപാടി ഉണ്ടല്ലേ. മറിച്ചുവല്ലുണ്ട്. മറിച്ചുവല്ലില് എന്റെ വികടവാണിന്ന് എങ്ങനെയാ കുറെ നല്ല രസം, ഞാൻ ഓർക്കുന്നില്ല, ഭയങ്കര രസമായിട്ട്. അതുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ എന്താ പറയാ, അച്ചോളി തമ്പു എന്ന് പറഞ്ഞ തച്ചോളി അമ്പു അങ്ങനെ ചെയ്യല. പിന്നെ എന്താ, അബരിമല ശയ്യപ്പൻ, ശബരിമല അയ്യപ്പൻ, അരുവായൂർ ഗുപ്പൻ, ഗുരുവായൂരപ്പൻ. അപ്പൊ ഇങ്ങനെ ഇത് സ്വത ചൊറിച്ചുമല്ല സ്വത തെറി പറയാനും ഉപയോഗിക്കുക. നമുക്ക് തന്നെ സർഗാത്മകമായിട്ട് ഉപയോഗിക്കാം. അതായത് നല്ല കാര്യങ്ങൾ പറയാൻ, നല്ല കാര്യങ്ങളും ചൊറിച്ചുമല്ലോ. ഇപ്പൊ സജീഷ് കുട്ടനെല്ലോർ എന്ന് പറഞ്ഞാൽ കുജീഷ് സട്ടനെല്ലോർ അങ്ങനെ ചെല്ലല്ലോ, അങ്ങനെ ചെല്ലാം, അങ്ങനെ പറയാം. അപ്പൊ ഈ നിലയ്ക്ക് മലയാളി ആയിരിക്കും. അതിനൊരു ഗ്രാമറൊക്കെ ഉണ്ട്. ഇപ്പൊ ചിലത് നമ്മൾ തിരിച്ചു മറിച്ച് നീട്ട് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യൻ കോഫി ഹൗസ്, അത് ഭാരതീയ കാപ്പി വീട്. ഭാരതീയ എന്ന് പറഞ്ഞൊരു ഭാരത് ഹോട്ടലുണ്ടല്ലോ, ഭാരത് ഹോട്ടലുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, കൗരവന്മാര് വേണ്ട അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടൊന്നും മുക്കുവായ നമ്മുടെ ഇവിടെ ഐരസത്തുള്ള ചോദിക്കും. ഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് ഭാരത് ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഊണിന് ഭയങ്കര തിരക്കാ. അവിടെ സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള യുദ്ധമാണ് ഭാരത യുദ്ധം. അതെ, ഇങ്ങനെ ഇത് തർജ്ജമയ്ക്ക് നമ്മൾ ട്രാൻസ്ലേഷൻ ആണല്ലോ, ഇത് ട്രാൻസ്ലേഷനി എന്നാണ്. കൂട്ടിയിട്ട് അതായത് ഇതിനെ ഈ വാക്കിനെ യഥാർത്ഥ മീനിങ്ങിനെ മാറ്റി വേറെ അർത്ഥം കൊടുക്കുമ്പോഴാണല്ലോ ഹ്യൂമർ ഉണ്ടാവുക. അത്രേ ഉള്ളൂ, അത് അതിൻ്റെ ഒരു സങ്കേതമാണ്. എന്തായാലും നന്ദേട്ടൻ്റെ തന്നെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയും നേരം ഈ സംസാരം കേട്ടപ്പോൾ മാഡം ക്യൂറി, അത്ഭുതം ക്യൂറി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ മാഡം ക്യൂറി, അത്ഭുതം ക്യൂറി. അതെ, എന്തായാലും വളരെ സന്തോഷം. വളരെ സുദീർഘമായൊരു നർമ്മ സംഭാഷണം. എന്തായാലും ഇത്തരത്തിലുള്ള ഈ സംഭാഷണവും ഈ പറച്ചിലുകളും ഇനിയും തുടരട്ടെ. ആയിക്കോട്ടെ, നന്ദി, നമസ്കാരം.